ഒരു വ്യക്തി ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അവിടെ നിന്ന് അയാൾക്ക് ആദ്യം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം സെൽഫ് അവയർനെസ് ആണ്. ആക്ച്വലി ഞാൻ ഹൃതിക് റോഷനെ പോലെ സുന്ദരനാണ് എന്ന് മിഥ്യാധാരണ വെച്ച് പുലർത്തുന്ന ഒരു ആൺകുട്ടിയും, ഞാൻ തന്നെ ഐശ്വര്യ റായിക്കൊപ്പമാണ്, ഐശ്വര്യ റായിയോളം സുന്ദരിയാണ് എന്ന് കൂപമണ്ഡൂകം പോലെ സദാവിഡ്ഢിയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയും സെൽഫ് അവെയർനെസിന്റെ നാലയലത്ത് പോലും എത്താത്തവരാണ്. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, അതിനകത്ത് സ്ട്രെങ്ത് വേണം, അറിയണം, തിരിച്ചറിയണം. തൻ്റെ കഴിവുകൾ, തൻ്റെ ശക്തി, തൻ്റെ മികവ് എവിടെയാണ് എന്നത് തിരിച്ചറിയണം. രണ്ട്, തൻ്റെ വീക്ക്നെസ്, തൻ്റെ പോരായ്മ, തൻ്റെ കഴിവ് കുറവ് ഏതൊന്നതിലൊക്കെയാണ്, എന്തിലാണ്, ഏതിലാണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള അവെയർനെസ് ആണ്. തിരിച്ചറിവ് എന്നതിനേക്കാൾ പ്രധാനം നമ്മൾ മനസ്സിലാക്കേണ്ട അവെയർനെസ്. അത് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ഇൻഫോർമേഷനാണ്. അതൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഇൻഫോർമേഷൻ. അത് നിങ്ങൾ ഡിസിഷൻ എടുക്കാനോ എടുക്കാതിരിക്കാനോ ആവാം. അവെയർനെസ് കനോട്ട് ബി, ക്യാൻ ബി ഒക്കെയാണ്. അപ്പൊ അവെയർനെസ് ഉണ്ടാവുക, സെൽഫ് അവെയർനെസ് ഉണ്ടാവുക എന്നുള്ളത് ബോധമാണ്. ഇപ്പോൾ നടക്കുന്ന സമയത്ത് കാലിന് ഒരു ലേശം ഒരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു അവെയർനെസ് ആണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് ഇടത്തെ കാലിനൊരു പ്രയാസമുണ്ട്. അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് പണ്ട് കുളത്തിൽ ചാടിയ സമയത്ത് ഡയഫ്രം പോയത് കൊണ്ടാണെന്നറിയില്ല, ഇടത്തെ ചെവിയിൽ കേൾവി ഒരു കുറവുണ്ട്. അവിടെ അവെയറാണ്, നമ്മൾ ഇടത്തു ഭാഗത്ത് കേൾവി കുറവുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പ്രായം കൂടി വരുന്നതുകൊണ്ട് തിമിരത്തിന്റെ ഒരു ചെറിയൊരു പ്രയാസമുണ്ട്, കാഴ്ചയിൽ മങ്ങലുണ്ട്, അല്ലെങ്കിൽ ദൂരെ കാഴ്ച അല്ലെങ്കിൽ അടുത്ത കാഴ്ച, ഇതിന്റെ വേരിയേഷൻ ഉണ്ട് എന്നുള്ളതൊരു അവെയർനെസ്സാണ്. ഈ അവെയർനെസ്സുകൾ ഉണ്ടാവുന്ന അത് ഒരു പ്രധാന, അപ്പൊ ഒരു ഫിസിക്കൽ ഏരിയാസാണ് ഞാൻ പറഞ്ഞത്. ഇനി മെന്റൽ ഏരിയാസ് നമുക്ക് പറയാം. ഇനി ഞാൻ പെട്ടെന്ന് ഭക്ഷണത്തിന്റെ ടേസ്റ്റ്, മണം ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ, മൂക്കിൽ മണം അടിച്ചു വീശിയാൽ ഞാൻ അറിയാതെ ഭക്ഷണം എടുത്ത് കഴിച്ചു പോകും എന്നുള്ളത് നമ്മുടെ അവെയർനെസ് ആണ്. ഞാൻ ഐ ആം വീക്ക് ഇൻ ഫുഡിനകത്ത് ഞാൻ വീക്കാണ്. അല്ലെങ്കിൽ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ സംസാരത്തിൽ മോശമായി സംസാരിക്കാൻ സാധ്യതയുണ്ട്, അമിതമായി സംസാരിച്ചാൽ. അത് അവെയർനെസ് ആണ്. എപ്പോഴും നമ്മളിങ്ങനെ എല്ലാ സഭയിലും കയറി സംസാരം, ആരും ഒന്നും മിണ്ടാതിരിക്കും, നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല സംസാരം. അങ്ങനെ ആവണമെന്നില്ല. അവിടെയുള്ള ആളുകൾ സഹിക്കുന്നതായിരിക്കും ചിലപ്പോൾ. അപ്പൊ അത് അവെയർ അല്ല. അപ്പൊ ഞാൻ ഇവിടെ പോലും എന്തായാലും അടിച്ചു വീശി ഭയങ്കര സംസാരിക്കും എന്നൊക്കെ പറയും ചില ആൾക്കാർ. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ. മിണ്ടാതിരിക്കാൻ നമുക്ക് പറ്റുള്ളൂ, അവരെ വെറുതെ മാനസിക സമ്മർദ്ദത്തിലാക്കൂല. പക്ഷെ ഒരു അവെയർനെസ്സിലേക്ക് അവർ ഡെവലപ്പ് ചെയ്യാതിരിക്കും. അവർക്ക് മെന്റേഴ്സ് ഉണ്ടാവില്ല, അവർക്ക് നല്ല ക്ലോസ് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവില്ല, അവർ അഡ്വൈസ് ചെയ്യാൻ ആരെയും അവർ അഡ്വൈസ് എടുക്കില്ല, അവരുടെ അഡ്വൈസ് അവർ സ്വീകരിച്ചോ, ആരുടെയും സ്വീകരിക്കണമെന്നില്ല, ആരെങ്കിലും അഡ്വൈസസിന് വെക്കണമെന്നില്ല. അപ്പൊ അവർ തന്നെ എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇന്നലെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാളിനോട് പറഞ്ഞു, ഈ വെള്ളത്തിന്റെ ബോട്ടിലിന്റെ കാര്യം. നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്, വെള്ളത്തിന്റെ ബോട്ടിൽ അടച്ചു വെച്ചിട്ട് അതിന് മുകളിൽ വെള്ളം വെച്ച് വെള്ളം കയറില്ല. പക്ഷെ അതിന്റെ നെക്ക് തുറന്നാൽ, അതിന്റെ ബോട്ടിലിന്റെ ടോപ്പ് തുറന്നാൽ മാത്രമേ അതിനകത്ത് വെള്ളം കയറുള്ളൂ. സി അപ്പോ ഇവിടെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. അപ്പൊ ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സൂപ്പറാണ് എന്ന് വിചാരിക്കുന്നതല്ല അവയർനെസ്. എൻ്റെ കമ്മ്യൂണിക്കേഷന്റെ പോരായ്മകൾ, വീക്ക്നെസ്സുകൾ കണ്ടെത്തുകയും എൻ്റെ കമ്മ്യൂണിക്കേഷന്റെ സ്ട്രെങ്ത് തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നതാണ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ എൻ്റെ അവയർനെസ്. ആ അവയർനെസ് വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, എനിക്ക് പെട്ടെന്നുള്ള ഏതൊരാളോടും സംസാരിക്കുന്നതിൽ വലിയ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് ബോധമുള്ള ഒരാൾക്ക് അങ്ങനെ സംസാരിക്കാം. അതല്ല, എന്നെ പെട്ടെന്നൊരു കാര്യത്തിന് വിളിച്ചാൽ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേഗം സംസാരിക്കാവും. അവയർനെസ് ഉള്ള ആളുകൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോകണം, ഓരോ ദിവസവും പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ അവയർനെസ് വീക്ക്നെസ്സിൻ്റെയും സ്ട്രെങ്ത്തിൻ്റെയും, തൻ്റെ കഴിവിൻ്റെയും കഴിവ് കുറവിൻ്റെയും അവയർനെസ്സും അതെന്താണ് എന്നുള്ളത് കൃത്യമായി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ വിഷയത്തിൽ കൃത്യമായി അതിനനുസൃതമായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നർത്ഥം. ഇനി തൻ്റെ മറ്റു രണ്ട് പ്രശ്നങ്ങൾ എന്താണ്? മറ്റു രണ്ട് പ്രശ്നങ്ങൾ പ്രധാനമായിട്ടുള്ളത് ഒന്ന് തൻ്റെ ത്രെട്ടും തൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നാട്ടിൽ നമ്മൾ പറയാറുണ്ട്, ഒരു സ്ഥാപനത്തിൽ ജോലി
കിട്ടിയാൽ അദ്ദേഹത്തിന് ശമ്പളം വർദ്ധിക്കാനും പുതിയ പ്രൊമോഷൻ കിട്ടാനൊക്കെ ലൈസൻസിന് സപ്പോർട്ട് ചെയ്യും, ഇംഗ്ലീഷിന് സപ്പോർട്ട് ചെയ്യും, ലാംഗ്വേജുകളെ സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് പല ഗ്രോത്തും, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹത്തിന്. അതേപോലെ തന്നെ ത്രെട്ടാണ്, അദ്ദേഹത്തിന് നല്ല നല്ല മികച്ച ഓപ്പർച്യൂണിറ്റി കമ്പനിയിൽ വരുന്നുണ്ട്, പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ത്രെട്ടായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ ഇംഗ്ലീഷ് ഇല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ലൈസൻസ് ഇല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നമ്മളുടെ പോരായ്മകൾ പലപ്പോഴും നമുക്ക് ത്രെട്ടായി മാറുകയും നമ്മുടെ കഴിവുകൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് തരികയും ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ 4 ഏരിയകൾ കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ബോധം ഉണ്ടാവും. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ SWOT അനാലിസിസ് എന്ന് വിളിക്കുമെങ്കിലും ഇത് നമ്മൾ പലപ്പോഴും എല്ലാ വിഷയത്തിലും നമ്മൾ ചെയ്തു നോക്കാറില്ല. അപ്പോൾ ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരാൾ, ചേഞ്ച് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഒരാൾ, ചേഞ്ച് ചെയ്തേ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ബേസിക്കലായിട്ട് ഉണ്ടാവേണ്ട കാര്യം സെൽഫ് അവയർനെസ് ആണ്. ഏറ്റവും ആദ്യവും അവസാനമായിട്ട് ഉണ്ടാവേണ്ടത് താൻ ആരല്ല, താൻ ആരാണ് എന്നുള്ളതാണ്. തന്നെ പോലെയാണ് എല്ലാവരും, അയാളെ പോലെയാണ് ഞാൻ എന്നും വിചാരിക്കേണ്ടതില്ല. കാരണം എല്ലാവരും വിഭിന്നരാണ്, എല്ലാവരും വ്യത്യസ്തരാണ്, യുണീക്കാണ്. അപ്പോൾ താനാണ് അവൻ, അവനാണ് താൻ എന്നുള്ളതിൽ യാതൊരു പ്രസക്തിയുമല്ല. ആ സമപ്പെടുത്തലും അതല്ലെങ്കിൽ താരതമ്യപ്പെടുത്തലും ഒന്നും ഒരു ജീവിതത്തിലും ഒരു വലിയ ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും അബദ്ധത്തിലൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ മക്കള് എല്ലാം താരതമ്യപ്പെടുത്തലാണെന്ന് തെറ്റിദ്ധരിക്കാറുമുണ്ട്. കാരണം ചിലരുടെ വിജയത്തെക്കുറിച്ച് മക്കളോട് പറയും, നിങ്ങൾ എന്തിനാണ് അവരെ എന്നോട് തരല്ല, അവരുടെ വിജയം നിനക്ക് മോട്ടിവേഷൻ ഉണ്ടാവാൻ വേണ്ടി പറയുന്നതാണ് എന്ന് മക്കൾ മനസ്സിലാക്കുകയെ കൂടി ചെയ്യണം. അത് ആരായിരുന്നാലും, ഏത് ഭർത്താവായിരുന്നാലും ഭാര്യ ആയിരുന്നാലും മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ അത് മോട്ടിവേഷൻ ഉണ്ടാവാൻ വേണ്ടി പറയുന്നത് ഓക്കെയാണ്, താരതമ്യപ്പെടുത്തി പറയുന്നത് മറ്റതാണ്. അപ്പം ഇതെല്ലാം നമുക്കൊരു മനുഷ്യന് ആവശ്യമുള്ളതാണ്. അപ്പോൾ അവയർനെസ് എന്ന് പറയുന്ന ഏരിയ ഏറ്റവും പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. പേപ്പറും പേന എടുക്കണം. പേപ്പറും പേന എടുത്തിട്ട് തൻ്റെ ശക്തമായ കഴിവുകളുള്ള ഭാഗവും പോരായ്മയിൽ വളരെയധികം പോരായ്മ, കൂടുതലും കുറവൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ 2 കോളങ്ങളിലായി കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കണം. ഈ എഴുതി ഉണ്ടാക്കിയാൽ മാത്രമാണ് പോരായ്മയുടെ കള്ളിയിൽ നിന്ന് തൻ്റെ കഴിവിൻ്റെ കള്ളിയിലേക്ക് ഓരോന്നും സമയനിശ്ചിതമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെയാണ് ഒരു അപ്ഗ്രേഡബിൾ ചേഞ്ച് ഒരു പേഴ്സണാലിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച്. അപ്പോൾ ആ അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് ആദ്യം വേണം. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് നമുക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഏറ്റവും വലിയ ചാലഞ്ചാണ് എൻ്റെ മനസ്സിനകത്ത് നല്ല ചിന്തകൾ വരുന്നില്ല. അപ്പൊ നമ്മളത് എഴുതി ഉണ്ടാക്കണം. അവയർനെസ്, എനിക്ക് നെഗറ്റീവ് തോട്ട്സ് ധാരാളമായി വരുന്ന ആളാണ്. അപ്പൊ അതിനെ എഴുതി ഉണ്ടാക്കിയാൽ ശേഷം മാത്രമാണ് അതിനെ പോസിറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണോ, 90 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണോ, 60 വീക്സ് പ്രാക്ടീസ് ചെയ്യണോ, 21 വീക്സ് പ്രാക്ടീസ് ചെയ്യണോ എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു അവയർനെസ് ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും മികച്ച വാക്കുകൾ പറയുന്ന ആളാണെന്ന് നമ്മൾ പലപ്പോഴും, അപ്പം ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യത്തിലും, കുടുംബ സഭകളിൽ നമ്മൾ ചിലപ്പോൾ എമോഷണൽ ആവും, കൂട്ടുകാരുടെ സഭയിൽ നമ്മൾ എമോഷണൽ ആയെന്ന് വരും, അല്ലെങ്കിൽ പൊതുസഭകളിൽ നമ്മൾ മിണ്ടാതിരുന്നെന്ന് വരും. ഇതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഐഡന്റിഫൈ ചെയ്യാതെ നമ്മൾ അവെയർ ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന ചലഞ്ച്, നമുക്ക് ഒരു പ്രാക്ടിക്കലി നമുക്ക് ഗ്രോ ചെയ്യാവുന്ന ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുമില്ല. ഞാൻ ഈ വർഷം ഗ്രോ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ പമ്പത്തരം എഴുതി വെച്ചാലും ഒന്നും നടക്കുകയില്ല. കാരണം എന്താ, ഈ അവയർനെസ് ഉണ്ടെങ്കിലാണ് ബേസ് മനസ്സിലാവും. ഏതിനെ കുറിച്ചാണ് നമ്മൾ അവെയർ ആണ്, അതിനെക്കുറിച്ച് മാരത്തോൺ ഓടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ അവയർനെസ് എന്താണ്, അയാളുടെ ബേസിക് അവയർനെസ് എനിക്ക് മാരത്തോൺ ഓടാൻ നല്ല ഫിസിക്കൽ ആരോഗ്യം, എൻ്റെ മുട്ട് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ക്ഷമത, ഞാനിപ്പം ഓടിയാൽ എത്ര സാധാരണ ഓടാറുണ്ട്, ഇത് ബേസിക് അവയർനെസ്സാണ്. അയാൾ ഓടുന്നത് 100 മീറ്ററാണ്, അത് അവയർനെസ് ആണ്. അല്ല 100 മീറ്റർ ഓടുന്ന ഒരാൾക്ക് മാരത്തോൺ ഓടാൻ പാടില്ല എന്നുള്ളതല്ല. 100 മീറ്റർ ഓടാൻ പറ്റുന്നുള്ളൂ എനിക്ക് കറന്റ്ലി എന്ന് അയാൾ അറിഞ്ഞാലാണ് അയാൾക്ക് 1000 മീറ്ററിലേക്കും 10,000 മീറ്ററിലേക്കും 40,000 മീറ്ററിലേക്കും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 42 കിലോമീറ്ററും 990 സംതിങ്ങുമാണ് ഒരു മാരത്തോൺ ഓടാന്ന് പറഞ്ഞാൽ. 42 കിലോമീറ്റർ പ്ലസ് ഓടുന്ന ഒരാളാണ് മാരത്തോൺ ഓട്ടം. ആ ഓട്ടത്തിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റും, പറ്റാത്ത ഒന്നുമില്ലല്ലോ. അപ്പം ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ ആണ്. മറ്റൊരാൾ ചെയ്ത കാര്യത്തെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചേഞ്ചിനുള്ള അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലായിരിക്കും എന്ന് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നതിൻ്റെ ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, എന്നാൽ ചാർട്ട് നോക്കി നമ്മൾ പ്ലാൻ ചെയ്യുന്നു, നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Wishing you all the very best. Have a great day. God bless you. Thank you so much and love you all.